അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ 5ാം ക്ലാസ്സിന് അഖ്ലാഖാണ് പരീക്ഷ. അഖ്ലാഖിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ചേർത്ത് എഴുതാം. ഇവിടെ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ വിജയിക്കാൻ കഴിയും, അതുപോലെ പാപങ്ങൾ വെടിയുക, മൻ ദസ്സാഹ വിലയിരുത്തുന്നത്, നാവിന്റെ ദോഷങ്ങൾ. ഇത്തരം ഓപ്ഷനുകൾ അവിടെയുണ്ട്. ഇനി താഴെയുള്ള ചോദ്യത്തിന് അതിന്റെ ശരിയായ ഉത്തരം എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് സൽ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഏതാ സൽ സ്വഭാവത്തിൽപ്പെട്ടത്? പാപങ്ങൾ വെടിയുക. ഇവിടെ രണ്ടാമത്തെ ഈ ഓപ്ഷനാണ് ഒന്നാമത്തതിന്റെ ഉത്തരം, പാപങ്ങൾ വെടിയുക. രണ്ടാമത്തത് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അതൊരായത്തിന്റെ ബാക്കിയാണ്. അടുത്തത് ശപിക്കൽ. ശപിക്കുക എന്ന് പറഞ്ഞാൽ അത് നാവിന്റെ ദോഷങ്ങളിൽപ്പെട്ടതാണ്. ശപിക്കുക, ഒരാളെ ശപിക്കുക. അടുത്തത് കൽബിനെ രോഗം വരാതെ സൂക്ഷിക്കൽ കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയും. ഒന്നാമത്തെ ഓപ്ഷൻ വിജയിക്കാൻ കഴിയും. ഓരോരുത്തരുടെയും സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് അയാളെ വിലയിരുത്തുന്നത്. ഇവിടെ വിലയിരുത്തുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം 4 വീതം എഴുതുക. സൽ സ്വഭാവത്തിൽപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഏതെങ്കിലും 4 എഴുതുക. നന്മ അധികരിപ്പിക്കുക, നല്ല വാക്ക് പറയുക, സംസാരം കുറക്കുക, നന്ദിയുള്ളവനാവുക, സത്യസന്ധത. ഇതൊക്കെ സൽസ്വഭാവത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഏതെങ്കിലും 4 കാര്യങ്ങൾ എഴുതുക. പാപങ്ങൾ വെടിയുക, പ്രയാസങ്ങൾ സഹിക്കുക, മാതാപിതാക്കൾ, ഗുരുനാഥർ മുതലായവരോടുള്ള കടമകൾ നിർവഹിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. ഇതെല്ലാം സൽസ്വഭാവത്തിൽപ്പെട്ടതാണ്. ഏതെങ്കിലും നമുക്ക് എളുപ്പമുള്ള 4 എഴുതുക. അടുത്തത് മനസ്സിനുണ്ടാകുന്ന അസുഖം. അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ നിന്ന് 4 എഴുതുകയാണ് വേണ്ടത്. മനസ്സിന്റെ അസുഖങ്ങൾ ഏതൊക്കെയാണ്? അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, കോപം, ദുഷ്ചിന്ത, ലോകമാന്യം, പൊങ്ങച്ചം. ഇതൊക്കെ മനസ്സിനുണ്ടാകുന്ന അസുഖങ്ങളാണ്. അതിൽ നിന്ന് ഏതെങ്കിലും 4 എഴുതുക. ഇനി അടുത്തത് പൂർത്തിയാക്കുക. അർത്ഥം എഴുതുക. ഖദ് അഫ്ലഹ ഡാഷ് ദസ്സാഹ എന്നുള്ളതാണ്. നമ്മളെ 3ാമത്തെ പാഠത്തിന്റെ അവസാനത്തെ വരി അതിന്റെ ഉത്തരമാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. എന്താണ് അതിന്റെ അർത്ഥം? നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു. ഇതാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്തത് ഉത്തരം എഴുതുക. മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് എന്താണ്? നാവാണ് മനുഷ്യനെ അധികവും നരകത്തിൽ എത്തിക്കുന്നത്. അപ്പൊ നാവിനെ നിയന്ത്രിച്ചാൽ മനുഷ്യന് സ്വർഗം വാങ്ങാം. അടുത്തത് കൽബിന്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് എന്തെല്ലാം? കൽബിനെ ശുദ്ധിയാക്കാനുള്ള മരുന്ന് എന്തൊക്കെയാണ്? 1 ഇൽമ് പഠിക്കുക, അതുപോലെ നല്ലവരുമായി കൂട്ടുകൂടുക, ആരാധനാ കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക, വിക്റുകൾ വർദ്ധിപ്പിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് കൽബിന്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. അത് മാർക്കിനനുസരിച്ച് എഴുതിയാൽ മതി. ഇവിടെ 2 മാർക്കാണ്. അപ്പൊ 2 മരുന്നുകൾ എഴുതിയാൽ മതി. ഏത്? ആരാധനാകർമ്മങ്ങൾ, പിന്നെ ആത്മാർത്ഥതയോടെ ചെയ്യുക, വിക്റുകൾ വർദ്ധിപ്പിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എഴുതാം. ഇനി അടുത്തത് എന്താണ് ലോകമാന്യം? ലോകമാന്യം എന്ന് പറഞ്ഞാൽ എന്താ? അതിവിടെ എഴുതാണ് വേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു മനസ്സിന്റെ അസുഖത്തിൽപ്പെട്ട ഒന്നാണ് ലോകമാന്യം. ലോകമാന്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ നോക്കുമ്പോൾ നമ്മളെ നല്ല ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്യുക, ആരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് നിസ്കരിക്കുക. അങ്ങനത്തെ പ്രവർത്തനങ്ങൾക്കാണ് ലോകമാന്യം എന്ന് പറയുക. സൽസ്വഭാവികളെ കൂട്ടുകാരാക്കണം. എന്തിനാണ് സൽസ്വഭാവികളെ കൂട്ടുകാരാക്കണം എന്ന് പറയുന്നത്? നിന്റെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്ക് വലിയ പങ്കുണ്ട്. അതിനാൽ സൽസ്വഭാവികളെ നീ കൂട്ടുകാരാക്കണം. അപ്പൊ നമ്മുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ കൂട്ടുകാർക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് നല്ല കൂട്ടുകാരാണെങ്കിൽ നല്ല സ്വഭാവം കിട്ടും, ചീത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ സ്വഭാവവും ചീത്തയാകും. ഇനി അടുത്തത് അല്ലാഹുമ്മ ഹസ്സൻത, പൂർത്തിയാക്കാനാണ്.
അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാറുണ്ടായിരുന്ന ദുആയാണത്. അതുപോലെ അടുത്തത് മൻ യവമൻ ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി. അതിന്റെ ശേഷമുള്ളത് ഏതാണ് വേണ്ടത്? വമാ ബൈന റിജ്ലൈഹി അവമൻ ലഹുൽ ജന്ന. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആരെങ്കിലും രണ്ട് തൊടകൾക്കിടയിലുള്ളത് എന്ന് വെച്ചാൽ ഗുഹ്യഭാഗം, അതുപോലെ രണ്ട് താടികൾക്കിടയിലുള്ളത് എന്ന് വെച്ചാൽ നാവ്, അപ്പൊ നാവിനെയും ഗുഹ്യഭാഗത്തെയും ഒരാൾ സംരക്ഷിക്കുമെന്ന്, ഹറാമുകളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ഒരാൾ എനിക്ക് ഉറപ്പു തരികയാണെങ്കിൽ അയാൾക്ക് ഞാൻ സ്വർഗം പ്രോമിസ് ചെയ്യുന്നു, വാഗ്ദാനം ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണിത്. മൻ യവമൻ ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അവമൻ ലഹുൽ ജന്ന. ഇനി അടുത്തത് പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കുമാണ് എന്ത് പറയുക? സൽ സ്വഭാവം എന്ന് പറയുക. പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സൽ സ്വഭാവം എന്നുള്ളത് ഇവിടെ ഫിനിഷാക്കാണ് വേണ്ടത്. പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മളെ സുഡോക്കൊക്കെ പോലെ ഒരു കള്ളി തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ വാക്കുകൾ കണ്ടെത്താണ് വേണ്ടത്. ഇവിടെ ഒന്നാമത്തത് ഇതാ ലോകമാന്യം. നമ്മുടെ മനസ്സിന്റെ അസുഖങ്ങൾ പറഞ്ഞല്ലോ, അതിൽപ്പെട്ടൊന്ന് ലോകമാന്യം. അതുപോലെ ഇതാ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ അസൂയ എന്നുള്ള പദം കാണാൻ പറ്റും. അസൂയ അങ്ങനെ ക്രോസ് ആയിട്ട് വരഞ്ഞാൽ അസൂയ. അതുപോലെ ഇവിടെ ദുഷ്ചിന്ത, ദുഷ്ചിന്ത എന്നുള്ള മറ്റൊരു പദം കാണാൻ പറ്റും. അതുപോലെ ഇവിടെ കോപം. ഇത്തരം വാക്കുകളൊക്കെ നമ്മൾ അവിടെ റൗണ്ട് ചെയ്യാണ് വേണ്ടത് പദങ്ങളായിട്ട്. അപ്പോൾ ഇതാണ് അഖ്ലാഖിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. പാഠങ്ങൾ വിദ്യാർത്ഥികൾ കൃത്യമായി വ്യക്തമായി പലതവണ വായിക്കുക, എഴുതി പരിശീലിക്കുക. അല്ലാഹു നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.